പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ തൂകി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ തൂകി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അതിൻ്റെ 6-ാം അധ്യായത്തിൽ 19-20 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി യേശുവിനെ സ്വീകരിച്ചവർ ദൈവമക്കളാകും. അപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. സത്യം അറിയുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇവിടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഞാനും നിങ്ങളും നമുക്ക് വേണ്ടിയിട്ടുള്ളവരല്ല. നമ്മളെ ദൈവം യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ദൈവം മക്കളാക്കി അവകാശികളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഭൂമിയിലെ ശരീരം ദൈവത്തിന് പാർക്കാനുള്ള മന്ദിരമാണ്. അത് പരിശുദ്ധാത്മാവിന് വേണ്ടി മുഴുവനായി സമർപ്പിക്കേണ്ട ശരീരമാണ് നമ്മുടെ ശരീരം. ഈ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 14-ാം വാക്യം മുതൽ പറയുമ്പോൾ, ശരീരമോ ദുർനടപ്പിനല്ല കർത്താവിനത്രേ. നമ്മുടെ ശരീരം കൊണ്ട് ദുർനടപ്പ് ചെയ്യാൻ പാടില്ല, അത് കർത്താവിന് വേണ്ടിയാണ്. എന്നിട്ട് പറയുന്നത് കർത്താവ് ശരീരത്തിനും. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ വരുമ്പം, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ചില കാര്യങ്ങൾ അറിയണം. നമ്മൾ എന്താണ്? ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് നമ്മുടെ ശരീരം എന്നറിയണം. എന്നിട്ട് പറയാണ്, ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്തു വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത്. എന്നിട്ട് പറയാണ്, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവായി മാറുന്നു. എന്നിട്ട് പറയാം, ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകും. എന്നാൽ ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ജീവിത പങ്കാളി, ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളി അല്ലാതെ വേറൊരാളുമായി ജീവിതം പങ്കിടുമ്പോൾ അതിനെ പറയുകയാണ് ദുർനടപ്പാണ്. സ്വന്തം ശരീരത്തിന് വിരോധമായി തന്നെ അവൻ പാപം ചെയ്യുകയാണ്. അതുകൊണ്ട് പറയാണ്, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ശരീരത്തിന് പ്രാധാന്യമില്ല, ആത്മാവിനല്ല പ്രാധാന്യം എന്ന് പറയരുത്. ശരീരത്തിന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ വലിയ പ്രാധാന്യമാണുള്ളത്. ശരീരമുണ്ടെങ്കിലേ ദൈവത്തിന് നമ്മളിലൂടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശരീരം നശിപ്പിക്കാനേ പാടില്ല. ശരീരം നശിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. കാര്യം ഇത് നമ്മുടേതല്ല, ദൈവത്തിന് വസിക്കാനുള്ള ഭവനമാണ്. നമ്മുടെ ഭവനം വന്ന് ഒരാൾ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മളെന്ത് പറയും? ഇല്ല, തൊടരുത്, എനിക്ക് പാർക്കാനുള്ള സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, യേശു രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചെങ്കിൽ, നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റേതാണ്. ഈ ശരീരം കൊണ്ട് ദൈവത്തിന് മഹത്വം വരുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. രോഗം വരാതിരിക്കാൻ സൂക്ഷിക്കണം, ശരീരം ഭംഗിയായി സൂക്ഷിക്കണം. കാര്യം ദൈവത്തിന് വസിക്കാനുള്ള സ്ഥലമാണ്. നിങ്ങൾ ദീർഘായുസോടെ ഇരിക്കുമ്പോഴേ അത്രയും നാൾ ദൈവത്തിന് ഈ ഭൂമിയിൽ വാസം ചെയ്ത് അത്ഭുതം ചെയ്യാൻ കഴിയത്തുള്ളൂ.
യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവ് നിറച്ചു. പരിശുദ്ധാത്മാവ് യേശുവിലും വന്നപ്പോഴാണ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും ജീവിതം മാറാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയണം, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനിയും വാഴരുത്. ശരീരത്തിൽ സൂക്ഷിക്കണം, അത് മോഹങ്ങളനുസരിക്കുമാർ ശരീരത്തിൽ വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമരുത്. നിങ്ങളെ തന്നെ മരിപ്പിച്ചിട്ട് ജീവിക്കുന്നവരായി നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ശരീരത്തെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കണം, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. പരിശുദ്ധാത്മാവിന് നമ്മൾ കണ്ടിട്ടുണ്ട്, പിശാച് ചിലരെ ബാധിക്കുമ്പോൾ ശരീരത്തിന് ചില പോർഷനിൽ ബാധിക്കും. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ വ്യക്തിയെ മുഴുവനായിട്ടാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി. ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കും. ഇവിടെ പറയുകയാണ്, കൊരിന്ത്യർക്കെതിരെ ലേഖനം 1 കൊരിന്ത്യരിൽ തന്നെ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 3 പറയുകയാണ്, 16 പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അറിയാതെ പോയ വലിയ അപകടമാണ്. നമ്മളെന്തും ചെയ്യും, അപകടത്തിൽ പോയി വീഴും. ശരീരം ദൈവത്തിൻ്റേതാണ്. അതുകൊണ്ട് ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന ആൾ നമ്മുടെ അകത്ത് വസിക്കുകയാണ്. നിങ്ങൾ വസിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് വേണം, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളെക്കുറിച്ചും ദൈവം ആ ലെവലിലാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ഈ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 7-ാം വാക്യത്തിൽ, എങ്കിലും ഈ അത്യന്ത ശക്തി, ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തിരിക്കുന്ന ശക്തി, മരിച്ചതിനെ പോലും ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആ പരിശുദ്ധാത്മാവ് സ്വന്തമെന്നല്ല, നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണുള്ളത്. നമ്മുടെ ഈ മണ്ണാകുന്ന ശരീരത്തിൽ ഈ നിക്ഷേപം വെച്ചിരിക്കുക, ദൈവത്തിൻ്റെ വലിയ നിധി വെച്ചിരിക്കുക. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് ഈ ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനാണ്. പ്രാർത്ഥിക്കുക. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്നെന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കാൻ സ്തോത്രം. പുത്രൻ്റെ രക്തത്തിലൂടെ പിതാവെ, അവിടുന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കാൻ സ്തോത്രം. ഇനിയും ഞങ്ങൾക്കുള്ളവരല്ല, ഞങ്ങളുടെ ശരീരം ഞങ്ങൾക്കുള്ളതല്ല, ദൈവത്തിന് വസിക്കാനുള്ള പാർപ്പിടമെന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിന് പ്രസാദകരമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ തൂകി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ തൂകി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.